സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണ രംഗം സജീവമാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനായത് ഭാഗ്യമെന്ന് പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പ്രതികരിച്ചു. ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ പങ്കെടുക്കുന്ന മെഗാ റോഡ് ഷോയുമായാണ് കൊയിലാണ്ടിയിലെ സ്ഥാനാർത്ഥി കെ പ്രവീൺകുമാറിന്റെ പ്രചാരണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയെങ്കിലും പ്രചാരണ രംഗത്ത് മുന്നേറാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ശ്രമം. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ നൽകിയ വികസനത്തിന്റെ തുടർച്ചയാണ് ആഗ്രഹമെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നടൻ മമ്മൂട്ടി തന്നെ വിളിച്ചിരുന്നെന്നും നിർദ്ദേശങ്ങളും എതിരഭിപ്രായവും പറയുന്നയാളാണ് മമ്മൂട്ടിയെന്നും രമേശ് പിഷാരടി പറഞ്ഞു. എനിക്ക് മുൻപ് ഇരുന്ന MLA മാർ അവരെ അത് ഷാഫി ഒരു വലിയ കാലഘട്ടം അവിടെ ഗംഭീരമായി നോക്കി നടത്തുകയും അവിടെ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് വന്ന രാഹുലും കൊണ്ടുവന്ന നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങളുടെ തുടർച്ച ഏറ്റവും ഭംഗിയായിട്ടുണ്ടാക്കുക, കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഒരു പരിധിവരെ പാലക്കാടുള്ള ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനുമായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഷാഫി പറമ്പിൽ MP, മുനവർ അലി, ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത റോഡ് ഷോയുമായാണ് കൊയിലാണ്ടിയിലെ സ്ഥാനാർത്ഥി പ്രവീൺകുമാറിന്റെ പ്രചാരണം. നെന്മാറ മണ്ഡലം ഇത്തവണ UDF പിടിച്ചെടുക്കുമെന്ന് സ്ഥാനാർത്ഥി A തങ്കപ്പൻ. നെന്മാറത്തെ ജനങ്ങൾ UDFന് അനുകൂലമായി ചിന്തിക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്നുള്ള സഹായം 100% UDFന് അനുകൂലമായി ഉണ്ടാവും എന്ന് തന്നെയാണ്. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ജ്യോതികുമാർ ചാമക്കാലയും അരൂരിൽ ഷാനിമോൾ ഉസ്മാനും പ്രചാരണം തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.